സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തൃശൂർ അതിരൂപത ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും വരെ സമരം തുടരാനാണ് സഭയുടെ തീരുമാനം. ന്യൂനപക്ഷ അവകാശങ്ങൾ മുസ്ലിം സമുദായത്തിന് മാത്രമായി സർക്കാർ ലഭ്യമാക്കുന്നുവെന്ന ഗുരുതര ആരോപണവും അതിരൂപത ഉയർത്തുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ച് പഠനം നടത്തുന്നതിനായി നിയോഗിച്ച ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 13 മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും എടുക്കാത്തതാണ് ക്രൈസ്തവ സഭയെ പ്രകോപിപ്പിച്ചത്. മാത്രവുമല്ല, ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ മുസ്ലിം സമുദായത്തിന് മാത്രമായി മാറുന്നുവെന്ന ആരോപണവും സഭ ഉയർത്തുന്നുണ്ട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പാണെന്നാണ് കേരളത്തിൽ ഭരിക്കുന്നവർ അവകാശപ്പെടുന്നത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്നുള്ള പേര് മാറ്റിയിട്ട് അതിന് മുസ്ലിം സ്കോളർഷിപ്പ് എന്നായിക്കോട്ടെ. സെന്റ് തോമസ് ദിനമായ ജൂലൈ 3 അവധി പ്രഖ്യാപിക്കണമെന്ന പതിറ്റാണ്ടുകൾ നീണ്ട സഭയുടെ ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് സർക്കാരെന്നും വിമർശനമുയരുന്നുണ്ട്. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും വരെ സമരം തുടരുമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ജസ്റ്റിസ് കോശി ഇത് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. എന്താണ് ശരിക്കും കോശി കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് പൊതുവായി ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഇനി പരസ്യപ്പെടുത്തിയാൽ തന്നെ അത് നടപ്പാക്കുമോ എന്ന് വളരെ നമുക്ക് സംശയമുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങളിലെ വിവേചനം തുറന്നുകാട്ടാനും സർക്കാരിന്റെ പക്ഷപാതപരമായ നിലപാടുകൾ വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുമാണ് സഭയുടെ നീക്കം. റിപ്പോർട്ടർ, തൃശൂർ.